ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സുഖമായിട്ടും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നുണ്ടല്ലോ, കുക്കിങ്ങോ അങ്ങനെ കാര്യങ്ങളോ അല്ലാതെ വ്ളോഗോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും അല്ല കേട്ടോ. അപ്പം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ യൂട്യൂബേഴ്സായ കുറച്ച് ആൾക്കാർക്കെങ്കിലും അറിയാം എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാനിന്ന് പറയാൻ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്കെല്ലാം അറിയാം ഇന്ന് 15-ാം തീയതിയാണ് എന്നറിയാം. യൂട്യൂബിൻ്റെ വലിയൊരു ബിഗ് അപ്ഡേറ്റ് വന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മളെല്ലാവരും നമ്മളെപ്പോലുള്ള കുഞ്ഞു കുഞ്ഞു യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ വളരെയധികം ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു സമയമല്ലേ ഇപ്പം. എനിക്കും നല്ല ടെൻഷനുണ്ട്. കാരണം നമ്മൾ ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിന് ശേഷമാണ് നമ്മളിപ്പം ഈ ഒരു ഇവിടം വരെ നമ്മൾ എത്തി നിൽക്കുന്നത്. ഇനി നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ, അതോ നമുക്ക് ഇവിടം കൊണ്ടെല്ലാം അവസാനിപ്പിക്കണോ എന്നൊക്കെ ഉള്ള ആ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇരിക്കുന്ന ഒരു സമയമാണ്. ഇന്ന് രാവിലെ ഞാൻ സത്യം പറയാമല്ലോ, ഇന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റ് എന്നും നോക്കുന്നത് മൊബൈലാണ്, യൂട്യൂബാണ് നോക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ എന്നത്തെയും പോലെ തന്നെ ഇന്നും രാവിലെ മൊബൈലിൽ YT സ്റ്റുഡിയോ ഓൺ ആകുന്നുണ്ടോ, യൂട്യൂബ് നമുക്ക് നമ്മുടെ ഇതെടുത്ത് കഴിയുമ്പോൾ യൂട്യൂബ് നമുക്ക് കാണാൻ പറ്റും, അല്ലാതെ നമ്മുടെ YT സ്റ്റുഡിയോ ഓൺ ആകുന്നുണ്ടോ എന്ന് ഞാൻ ആദ്യമേ ഫസ്റ്റ് രാവിലെ എഴുന്നേറ്റപ്പോഴേ ഞാൻ പോയി ചെക്ക് ചെയ്തതാട്ടോ. കാരണം രാത്രി കിടന്നുറങ്ങിയപ്പം ടെൻഷനാണ്. പക്ഷെ എന്നാലും ഉള്ളിലൊരു ചെറിയ ഒരു ഒരു ചെറിയൊരു സന്തോഷം. കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, നമ്മൾ നല്ല രീതിയിലൊക്കെയാണ് വീഡിയോസ് ഇടുന്നത്, മറ്റുള്ളവരുടെ വീഡിയോ നമ്മൾ എടുത്തിടുന്നില്ല, പിന്നെ അനാവശ്യമായിട്ടുള്ള മ്യൂസിക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മൾ ഇടുന്നില്ല, പിന്നെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിലാണ് നമ്മൾ വീഡിയോ ഇടുന്നത് എന്ന ആ ഒരു ചെറിയൊരു സമാധാനമുണ്ട്. പക്ഷേ എന്നാലും അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവർ പറയുന്ന ഈ ടെക് വീഡിയോസൊക്കെ പറയുന്നതില്ലേ, ആ ഒരു ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയോ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ പോലെ എന്തൊക്കെയോ ഒരു ചെറിയൊരിത് നമുക്കും തോന്നുന്നുണ്ട്. അപ്പം വളരെ സങ്കടത്തോടെയും ഒക്കെയാണ് ഇന്ന് രാവിലെ എഴുന്നേറ്റ് വന്നത്. പക്ഷേ ഈ നിമിഷം വരെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. പറയാൻ പറ്റത്തില്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. അപ്പം എന്നെപ്പോലെ ഇതുപോലെ ടെൻഷൻ അടിച്ച് ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മളിപ്പം ആരുടെങ്കിലുമൊക്കെ എടുത്ത് സംസാരിക്കുമ്പോൾ പറയും, എനിക്ക് വലിയ ടെൻഷനോ കാര്യങ്ങളോ ഒന്നുമില്ല, പോവാണേ പോട്ടെ എന്ന് പറയും. പക്ഷേ അങ്ങനെയൊക്കെ പറഞ്ഞാലും നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും കൊണ്ടുവന്നൊരു ചാനൽ പോയി കഴിയുമ്പോൾ ഉള്ള വിഷമം അതിപ്പം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം, നമ്മുടെ ചാനലിലൊന്നും ഒന്നും പറ്റരുതേ, ഒന്നും സംഭവിക്കരുതേ. കാരണം നമ്മൾ ഒരുപാട് കഷ്ടപ്പാടെന്ന് പറഞ്ഞു എത്രമാത്രം കഷ്ടപ്പെട്ടു. ഞാനൊക്കെ ചാനൽ തുടങ്ങിയിട്ട് 2 വർഷമായി. 2 വർഷത്തിൽ 1 വർഷം വെറുതെ കളഞ്ഞു കേട്ടോ. 1 വർഷം നമുക്ക് വെറുതെ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. യൂട്യൂബിനെ കുറിച്ച് ഒരു കാര്യങ്ങളും അറിയത്തില്ലായിരുന്നു, വെറുതെ ഒരു രസത്തിന് വേണ്ടി തുടങ്ങിയതാണ്. അതിനുശേഷം പിന്നെ ഒരു ചെറിയ ആഗ്രഹം, യൂട്യൂബിൽ ഒരു ചെറിയ ഒരിതൊക്കെ എന്തെങ്കിലുമൊക്കെ ആകണം എന്നുള്ളൊരു ചെറിയ ആഗ്രഹം ഒക്കെ ആയി ഇപ്പോൾ 2 വർഷം എത്തി. 2 വർഷത്തിന് ശേഷം 2 വർഷം കംപ്ലീറ്റ് ചെയ്തു. 2 വർഷം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മുടെ ചാനൽ മോണിയായി. പക്ഷേ മോണിയായിട്ട് നമുക്കൊരു പേരുണ്ട്, നമ്മുടെ ചാനൽ മോണിയായി എന്നുള്ളൊരു പേര്, അല്ലാതെ നമുക്കതിൽ നിന്ന് വരുമാനമൊന്നും ഇതുവരെ കിട്ടി തുടങ്ങിയിട്ടില്ല. അപ്പം നമ്മുടെ കൂട്ടുകാരെല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ എപ്പോഴും വിചാരിക്കും ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് വന്നിരുന്നൊന്ന് സംസാരിക്കണം എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോഴത്തേക്കിന് എന്തായാലും വന്നൊന്ന് കുറച്ച് നേരം ഇരുന്നൊന്ന് സംസാരിക്കാം എന്ന് തോന്നി, അങ്ങനെ വന്നതാണ്. പിന്നെ നമ്മൾ ഒന്നുകൊണ്ട് നമ്മൾ തളരാൻ പാടില്ല, തളരരുത് എന്ന് പറയത്തില്ലേ, അതുപോലെ നമ്മൾ തളരാൻ പാടില്ല. എല്ലാം നല്ലതിന് വേണ്ടി, ഇനി വരാനിരിക്കുന്നതും നല്ലതിന് വേണ്ടി എന്ന ആ ഒരു വിശ്വാസത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാം. അപ്പം എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാവരും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പം ഇനി നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ.